ആരാധകർക്ക് ആരാധന മൂത്ത് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഒരു പിടിയുമില്ല. അവർ പറയുന്നതൊക്കെ കേട്ടാൽ വളരെ ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പിന്നീട് പലർക്കും മനസ്സിലാകും. എന്തിനാണ് ഈ അവസരത്തിൽ ഇതൊക്കെ പറയുന്നത് എന്ന് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. ചില പടങ്ങൾ ഇറങ്ങാൻ പോകുമ്പോൾ ആരാധകരുടെ വാക്കുകളാണ് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ആരാധന മൂത്ത് അവരുടെ ഇഷ്ടതാരങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള ചില പോസ്റ്റുകൾ വളരെ നെഗറ്റീവായി മാറുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ ആരാധകരാണോ ഹേറ്റേഴ്സ് ആണോ എന്നതാണ് അതിനിടയ്ക്ക് കാണേണ്ടതും. ഇങ്ങനെ ചില പേജുകളും പല പ്രൊഫൈലുകളും പൊങ്ങി വരുന്നതും കാണാം. ഇതിനെയൊക്കെ നോക്കിക്കാണുകയാണ് പല മീഡിയകളും നടന്മാർ സഹിതം. ഇപ്പോഴിതാ ഹൃദയപൂർവ്വം എന്ന സിനിമ മോഹൻലാലിന്റേതായി വരാൻ പോവുകയാണ്. മോഹൻലാൽ ഇപ്പോൾ ഋഷഭ എന്ന സിനിമയുടെ ഷെഡ്യൂൾ തീർക്കാൻ വേണ്ടി മുംബൈയിൽ എത്തിയെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നു. ഉടനെ തന്നെ ഹൃദയം എന്ന സിനിമയുടെ ഭാഗമാകും മോഹൻലാൽ. ഈ മാസം അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമെന്നൊക്കെയാണ് വിവരങ്ങൾ. ഈ ചിത്രത്തിലെത്തുമ്പോൾ മോഹൻലാൽ പുതിയൊരു ഗെറ്റപ്പിലായിരിക്കും എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സത്യനന്ദിക്കാടിന്റെ പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിൽ നടൻ മോഹൻലാലിന്റെ ഗെറ്റപ്പ് എന്ന പേരിൽ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ഈ അവസരത്തിൽ ഏതോ ബിരുദൻ എഡിറ്റ് ചെയ്തിട്ടതാണ് സംഭവം. എന്നാൽ അത്രയ്ക്ക് വൃത്തികേടാക്കിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ ഇതൊരു ഹേറ്ററിന്റെ പണി തന്നെയല്ലേ എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. പക്ഷേ ചില അന്ധ മോഹൻലാൽ ആരാധകർ ഇത് ഏറ്റെടുത്ത് പിടിക്കുകയും ചെയ്തപ്പോഴാണ് വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ എന്നാണ് പലരും പറയുന്നത്. മോഹൻലാൽ ഈ ചിത്രത്തിൽ താടിയെടുത്തായിരിക്കും അഭിനയിക്കുക എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭ്യൂഹത്തെ ഉറപ്പിക്കുന്നത് എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നത്. ഇതിൽ താടിയില്ലാത്ത മോഹൻലാലിന്റെ ഒരു ചിത്രം കാണാവുന്നതാണ്. ഹെൽത്ത് ടിപ്സ് എന്ന ഫേസ്ബുക്ക് പേജാണ് ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത്. ഒപ്പം നൽകിയ കുറിപ്പ് ഇങ്ങനെ പറയുന്നു: താടി പഠിച്ച് ഏട്ടൻ സത്യനന്ദിക്കാട് ചിത്രത്തിൽ ഞങ്ങൾക്ക് പഴയ ഏട്ടനെ തിരിച്ചു കിട്ടി. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പലരും ഈ ചിത്രം യഥാർത്ഥമാണെന്ന് കരുതുന്നതായി കമന്റുകളിൽ നിന്നും വ്യക്തവുമാണ്. അതേസമയം ഈ ഫോട്ടോയിൽ മോഹൻലാലിന്റെ മുഖം അദ്ദേഹത്തിന്റെ മറ്റ് ഫോട്ടോകളിൽ നിന്നും അസാധാരണമാം വിധം വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി കാണാം. പ്രത്യേകിച്ച് മീശ, ചുണ്ട് എന്നീ ഭാഗങ്ങളിലേത്. ഈ കാരണത്താൽ പല മീഡിയകളും ഫാക്ട് ചെക്കുകൾ നടത്തുകയാണ്. അവരുടെ ഫാക്ട് ചെക്കിൽ ഒരു AI പരിശോധനയ്ക്ക് ചിത്രത്തെ വിധേയമാക്കി എന്നും അവർ പറയുന്നു. സൈറ്റ് എഞ്ചിൻ എന്ന AI ഡിറ്റക്ഷൻ ടൂളിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഈ ചിത്രത്തിൽ ഗൗരവകരമായ ഫേസ് മാനിപ്പുലേഷൻ നടന്നിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞു. 99% ഫേസ് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. ഇതൊരു ഡീപ് ഫേക്ക് ചിത്രമാണെന്ന് ടൂൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഈ ഫോട്ടോയുടെ യഥാർത്ഥ ഉറവിടം തുടരും എന്ന സിനിമയിൽ നിന്നും ഉള്ളതാണെന്നും മോഹൻലാൽ ഫാൻസിന് വ്യക്തവുമാണ്. ആ സിനിമയിലെ ഏറ്റവും ലേറ്റസ്റ്റായി വന്ന മോഹൻലാലിന്റെ ഒരു ചിത്രമാണ് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. മോഹൻലാൽ താടി പഠിക്കുന്നതായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ വിവിധ കീവേഡുകൾ ഉപയോഗിച്ച് ഇവർ സെർച്ച് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ ഏതൊക്കെയാണ് ഇങ്ങനെ ഉറപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തിരിക്കുന്നത് എന്നതൊക്കെയാണ് നോക്കുന്നത്. പല പ്രമുഖ മാധ്യമങ്ങളും മോഹൻലാലിന്റെ പുതിയ ഗെറ്റപ്പിലേക്ക് മാറുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഒന്നിനും വലിയ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വാർത്തകൾ സജീവമാണ്. എന്തായാലും ഒരു അപ്ഡേറ്റ് ഉണ്ടാകും എന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളും പറയുന്നത്. ഒരു ട്രിംഡ് ലുക്കിലായിരിക്കും മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ എത്താൻ പോകുന്നത്. അത് ഉടനെ തന്നെ സംഭവിക്കുമെന്നാണ് അവർ സാക്ഷ്യപ്പെടുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് സത്യനന്ദിക്കാട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കുറിപ്പുകളിലും മോഹൻലാൽ താടിയെടുക്കുന്നതായി പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇതിന്റെ അണിയർ പ്രവർത്തനത്തിൽ നിന്നോ മറ്റുമായി ഇങ്ങനെയൊരു വാർത്ത വന്നിട്ടില്ല. പക്ഷേ പ്രമുഖ മൂവി അനലിസ്റ്റുകൾ മോഹൻലാലിന്റെ ലുക്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അടുത്തിടെയാണ് ഒരു ട്രിംഡ് ലുക്കിൽ മോഹൻലാൽ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ എത്തും എന്നവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ അന്ധമായ മോഹൻലാൽ ആരാധന മൂത്തപ്പോൾ പല പ്രേക്ഷകരും പറയുന്ന കാര്യങ്ങളെ കൂടുതൽ കൂലങ്കഷമായി പല താരങ്ങളും വീക്ഷിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് അജു വർഗീസ്. ഇപ്പോൾ അജു വർഗീസ് ആണ് ഇപ്പോൾ ഈ ഒരു കാര്യം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നതും. ഓരോ ജനറേഷൻ മാറും തോറും പല അഭിനേതാക്കളുടെയും മികച്ച വർക്കുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്ന് അജു പറയുകയാണ്. താൻ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് കണ്ടുവെന്നും അതിൽ മോഹൻലാലിന്റെ മികച്ച ചിത്രമായി പറയുന്നത് രാവണപ്രഭു ആണെന്നും അജു വർഗീസ് പറയുകയാണ്. രാവണപ്രഭു ഒരു മോശം സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതിനേക്കാൾ മികച്ച വർക്കുകൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓരോ ജനറേഷൻ മാറുമ്പോഴും പല അഭിനേതാക്കളുടെയും മികച്ച വർക്കുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ഫണ്ണി കമന്റ് കണ്ടു. മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമയാണ് രാവണപ്രഭു എന്ന്. രാവണപ്രഭു ഒരു മോശം സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതിനേക്കാളും മികച്ച സിനിമകൾ അദ്ദേഹത്തിന്റെ കരിയറിലുണ്ട്. അവരുടെ അറിവില്ലായ്മ കാരണം പറയുന്നതാണത്. അദ്ദേഹം അതിനു മുമ്പ് ചെയ്ത മികച്ച പ്രകടനങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ തലമുറയിലും ലാലേട്ടൻ എത്തി. എന്റെ കുട്ടികളെല്ലാം പുലിമുരുകൻ എന്ന ചിത്രം കണ്ടതിന് ശേഷമാണ് മോഹൻലാൽ എന്ന നടന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത്. ഓരോ തലമുറയിലും മോഹൻലാൽ സ്വാധീനം ചെലുത്തുന്ന രീതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ചില അന്ധ മോഹൻലാൽ ആരാധകർ അവരുടെ വീക്ഷണം അത്ര ശരിയല്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്.